Hi all, today I am going to talk about the future contract and its settlement. നെക്സ്റ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫ്യൂച്ചേഴ്സ്. ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എല്ലാം എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നതെന്നുള്ളത്. സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യുന്നതാണ്. ആ കോൺട്രാക്റ്റ് അവിടെ ക്ലോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ സെറ്റിൽ ചെയ്യാനായിട്ട് രണ്ട് പാർട്ടീസും തയ്യാറായിട്ട് അതിൽ അംഗീകരിച്ചിട്ടുള്ളത്, ഏത് തരം സെറ്റിൽമെൻ്റ് ആണ് അവിടെ വേണ്ടതെന്നുള്ളത് രണ്ട് പാർട്ടീസും പറഞ്ഞിട്ടുള്ളത്, ആ രീതിയിലുള്ള സെറ്റിൽമെൻ്റ് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. 3 ടൈപ്പ് സെറ്റിൽമെൻ്റ് ആണുള്ളത്: ഫിസിക്കൽ ഡെലിവറി, ക്യാഷ് സെറ്റിൽമെൻറ്റ്, ഓഫ്സെറ്റിംഗ് പൊസിഷൻ. ഇങ്ങനെ 3 തരം സെറ്റിൽമെൻ്റ് ആണുള്ളത്. ഇതിൽ ഏത് തരം സെറ്റിൽമെൻ്റ് ആണോ അവിടെ ബയ്യറും സെല്ലറും കൂടി അംഗീകരിച്ചിട്ടുള്ളത്, ആ സെറ്റിൽമെൻറ്റ് രീതി മാത്രമേ അവിടെ നടക്കുന്നുണ്ടായിരിക്കുള്ളൂ, അവിടെ ആപ്ലിക്കബിൾ ആവുള്ളൂ. അവിടെ സെറ്റിൽമെൻറ്റ് രീതി അവിടെ ലാസ്റ്റ് സമയത്ത് മാറ്റാനായിട്ട് സാധിക്കില്ല. ഫസ്റ്റ് സെറ്റിൽമെൻ്റ് ആണ് ഫിസിക്കൽ ഡെലിവറി. അണ്ടർലൈങ് അസറ്റിൻ്റെ കോൺട്രാക്റ്റിൽ ബയ്യർ സെല്ലർക്ക് കൊടുക്കുന്നതിനെയാണ് ഫിസിക്കൽ ഡെലിവറി എന്ന് പറയുന്നത്. ഫ്യൂച്ചറിലാണ് ഇത് ഡെലിവറി ചെയ്യുന്നുണ്ടായിരിക്കുക. ഫ്യൂച്ചർ എക്സ്ചേഞ്ച് വഴിയായിരിക്കും ഇത് ഡെലിവറി ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ബോണ്ടാണ് സാധാരണയായിട്ട് ഫിസിക്കൽ ഡെലിവറി ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് റയറായിട്ടുള്ളൊരു സെറ്റിൽമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ബോണ്ടാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ ക്യാഷായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതായിട്ടായിരിക്കില്ല അവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ കമ്മോഡിറ്റി അല്ലെങ്കിൽ ബോണ്ടിനാണ് സാധാരണയായിട്ട് ഇങ്ങനെ ഫിസിക്കൽ ഡെലിവറി വരുന്നുണ്ടായിരിക്കുക. ഇതാണ് ഒന്നാമത്തെ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെറ്റിൽമെൻ്റ് ആണ് ക്യാഷ് സെറ്റിൽമെൻറ്റ്. എല്ലാ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലും ക്യാഷ് സെറ്റിൽഡ് ആവുന്നത് എങ്ങനെയാണ്? ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ്. ഇത് കൂടുതലും സെറ്റിൽ ചെയ്യുന്നത് സ്റ്റോക്ക് ഇൻഡീസസ് ഫ്യൂച്ചറിലാണ് കൂടുതലും ഇത് ക്യാഷ് സെറ്റിൽമെൻറ്റ് നടത്തുന്നുണ്ടായിരിക്കുക. അതായത് സ്റ്റോക്ക് ഇൻഡീസസ് ഫിസിക്കലി ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ എന്താണ്, അവർ ക്യാഷ് സെറ്റിൽമെൻ്റ് ആയിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കാം. സെറ്റിൽമെൻറ്റ് പീരീഡിൻ്റെ ടൈമിൽ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റ് പ്രൈസ് ഫൈനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഫൈനലൈസ് ചെയ്ത പ്രൈസ് ആയിരിക്കും അസറ്റിൻ്റെ ഫൈനലൈസ് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസിന് ഈക്വൽ ആയിട്ടുള്ളൊരു പ്രൈസും കൂടിയായിരിക്കും. 2 തരത്തിലുള്ള സെറ്റിൽമെൻ്റ് ആണുള്ളത്. ക്യാഷ് സെറ്റിൽമെൻറ്റ് തന്നെ 2 തരമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ വരുന്നതാണ് ഡെയിലി മാർക്കറ്റിംഗ് ടു മാർക്കറ്റിംഗ് സെറ്റിൽമെൻറ്റ് വരുന്നുണ്ട്. രണ്ടാമത്തെ വരുന്നതാണ് ഫൈനൽ സെറ്റിൽമെൻറ്റ്. ഡെയിലി മാർക്കറ്റിംഗ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ നോക്കിയിട്ട് പ്രൈസിൻ്റെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കിയിട്ട് സെറ്റിൽ ചെയ്യുന്നതാണ് ഡെയിലി എന്ന് പറയുന്നത്. ഡെയിലി മാർക്കറ്റിംഗ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിലായിരിക്കും അതിൻ്റെ ആ കോൺട്രാക്റ്റ് എക്സ്പയർ ചെയ്യാവുന്നുണ്ടായിരിക്കുള്ളൂ. അതിനിടയിൽ ഡെയിലി സെറ്റിൽമെൻറ്റ് ഒന്നും നടക്കുന്നുണ്ടായിരിക്കില്ല. ആ ഒരു കോൺട്രാക്റ്റ് എന്നാണ് അവസാനിക്കുന്നത് അന്ന് തന്നെ അവസാനിപ്പിക്കുന്ന കോൺട്രാക്റ്റാണ് ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയറിംഗ് ഹൗസ് അവരുടെ ക്ലിയറിംഗ് മെമ്പേഴ്സിനുള്ള പൊസിഷനൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ എന്താണ്, ആ ഒരു ഇതിൻ്റെ ട്രേഡിങ്ങിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ വരുന്നത് എന്നുള്ളതൊക്കെ തീർപ്പാക്കിയതിന് ശേഷമാണ് അവിടെ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് സെറ്റിൽമെൻ്റ് ആണ് ഓഫ്സെറ്റിംഗ് പൊസിഷൻ. കോമൺ ആയിട്ട് അല്ലെങ്കിൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഫ്സെറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് റിവേഴ്സായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. റിവേഴ്സായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഓഫ്സെറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനീഷ്യൽ ബയ്യർ എന്താണ്, ലോങ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഫ്യൂച്ചറിലായിരിക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ബെസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനെ ഷോർട്ട് പൊസിഷനിലേക്ക് ആക്കിയതിന് ശേഷം കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സെറ്റിൽമെൻറ്റിനെയാണ് ഓഫ്സെറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഓൺ ഫ്യൂച്ചർ എക്സ്ചേഞ്ച്. ഫ്യൂച്ചർ എക്സ്ചേഞ്ചിലത്തെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് പേഴ്സൺ ആണ് ട്രേഡിംഗ് മെമ്പർ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ക്ലിയറിംഗ് മെമ്പേഴ്സ്. തേർഡ് സെൽഫ് ക്ലിയറിംഗ് മെമ്പേഴ്സ്. ഫോർത്ത് പ്രൊഫഷണൽ ക്ലിയറിംഗ് മെമ്പേഴ്സ്. ഇങ്ങനെ 4 അംഗങ്ങളാണ് ഫ്യൂച്ചർ എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സായിട്ട് വരുന്നത്. ഫസ്റ്റ് മെമ്പറാണ് ട്രേഡിംഗ് മെമ്പർ. സ്വന്തം പേരിലും സ്വന്തം ക്ലയൻറ്റുകൾക്ക് വേണ്ടിയും അത് ട്രേഡിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളാണ് ട്രേഡിംഗ് മെമ്പർ. ഓരോ ട്രേഡിംഗ് പാർട്ടിസിപ്പൻസിനും അത് ഓരോ ID കാർഡ് ഉണ്ടായിരിക്കും. ഓരോ ട്രേഡിംഗ് മെമ്പർക്കും അത് കൂടുതൽ യൂസേഴ്സ് ഉണ്ടായിരിക്കും.
ഓരോ ട്രേഡിംഗ് മെമ്പർക്കും ഉള്ള അലൗഡഡ് ആയിട്ടുള്ള യൂസേഴ്സിനെ എക്സ്ചേഞ്ച് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള യൂസേഴ്സിനെ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ യൂസേഴ്സ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം. എക്സ്ചേഞ്ച് ആ യൂസറിന് വേണ്ടിയും ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നാലും അവിടെ എന്താണ്, ട്രേഡിംഗ് മെമ്പേഴ്സിനെ വെച്ച് മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ട്രേഡിംഗ് മെമ്പേഴ്സിൻ്റെ ഐ ആണ് എല്ലാ ഓർഡേഴ്സിനും അതുപോലെ തന്നെ ട്രേഡിനും അത് യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഐ ഒരു പർട്ടിക്കുലർ ട്രേഡിംഗ് മെമ്പറിൻ്റെ എല്ലാ യൂസറിനും അത് ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു ആണ്. സോ ട്രേഡിംഗ് മെമ്പറിനും എക്സ്ചേഞ്ചിൽ ട്രേഡിങ് അലൗഡ് ആണ്. നെക്സ്റ്റ് മെമ്പറാണ് ക്ലിയറിംഗ് മെമ്പേഴ്സ്. ക്ലിയറിംഗ് ഹൗസിലത്തെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ നമ്പർ ഓഫ് മെമ്പേഴ്സിനെയാണ് ക്ലിയറിംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ടായിരിക്കുക. അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഒരു ട്രേഡിങ്ങിന് ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ക്ലിയറിംഗ് ഹൗസിലത്തെ മെമ്പേഴ്സ് വഴിയായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ക്ലിയറിംഗ് ഹൗസിലത്തെ മെമ്പേഴ്സിനെയാണ് ക്ലിയറിംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ടായിരിക്കുക. അവിടെ എന്താണ്, സെറ്റിൽമെൻറ്റ് ഒബ്ലിഗേഷൻസും അതുപോലെ തന്നെ നോൺ ക്ലിയറിംഗ് മെമ്പേഴ്സിൻ്റെ ഒക്കെ ട്രേഡിംഗ് ഒക്കെ ആരായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, ക്ലിയറിംഗ് മെമ്പേഴ്സ് ആയിരിക്കും. അവരുടെ ട്രേഡിംഗ് ക്ലെയിംസ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. എക്സ്ചേഞ്ചിൻ്റെ അണ്ടറിലുള്ള ക്ലിയറിംഗ് കോർപ്പറേഷൻസിലത്തെ മെമ്പേഴ്സാണ് ക്ലിയറിംഗ് മെമ്പേഴ്സ്. സ്വന്തം ട്രേഡ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രേഡിംഗ് ഒക്കെ ക്ലെയിം ചെയ്യുന്ന മെമ്പറിനെയാണ് സെൽഫ് ക്ലിയറിംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവരെന്തായിരിക്കും, എല്ലാതും സെൽഫായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ വേറൊരു യൂസേഴ്സിനെ ഉപയോഗിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള യൂസേഴ്സിനെ അവിടെ ട്രേഡിംഗ് ഒന്നും ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കില്ല, ഓർഡേഴ്സ് ഒന്നും ഇതാക്കി കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അവിടെ സ്വന്തം ട്രേഡിംഗ് മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ഫോർത്ത് പേഴ്സണാണ് പ്രൊഫഷണൽ ക്ലിയറിംഗ് മെമ്പർ. ഈ പേഴ്സൺ ക്ലിയറിംഗ് ഫങ്ഷൻസ് മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ എന്താണ്, ഓൺ അക്കൗണ്ട് ട്രേഡിംഗ് പോലും അത് ട്രേഡിങ്ങും അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ട്രേഡിങ്ങും ഒന്നും അത് അവിടെ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കില്ല. അവിടെ എന്താണ്, ക്ലിയറിങ്ങിൻ്റെ ഫങ്ഷൻസ് മാത്രം ചെയ്യും. അവിടെ സ്വന്തമായിട്ട് വരുന്ന ട്രേഡും ചെയ്യുന്നുണ്ടായിരിക്കില്ല, മറ്റുള്ള യൂസേഴ്സിനുള്ള ട്രേഡിങ്ങും അതവിടെ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള മെമ്പറിനെ പറയുന്നതാണ് പ്രൊഫഷണൽ ക്ലിയറിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഓൺ BSE ആൻഡ് NSE ഫോർ റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ BSEയിലും NSEയിലും വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഡെറിവേറ്റീവ് ട്രേഡിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 മാർക്കറ്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അത് ഒന്നാമത്തെ വരുന്നതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE എന്ന് പറയുന്നത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. BSEനേക്കാളും വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE. ഫ്യൂച്ചേഴ്സിനും അതുപോലെ തന്നെ ഓപ്ഷൻസും അത് ട്രേഡ് ചെയ്യുന്നത് NSEയിൽ കൂടി ആയിരിക്കും കൂടുതലുമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒടുവിൽ സെൻസെക്സിലും അതുപോലെ തന്നെ BSE ഓൺലൈൻ ട്രേഡിംഗ് അതിന് ബോൾട്ട് ടെർമിനൽ എന്നാണ് പറയുക. ബോൾട്ട് ടെർമിനലുകളും സ്റ്റോക്കുകളും ഫ്യൂച്ചറുകളുടെ ട്രേഡിങ്ങൊക്കെ കൂടുതൽ കൂട്ടിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഉപയോഗമില്ലാത്ത ഡെറിവേറ്റീവ്സിനൊക്കെ കൂടുതൽ എനർജറ്റിക് ആക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോൾട്ട് ടെർമിനലുകൾ ഇപ്പോൾ കൂടുതലുമായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാഷ് സെഗ്മെൻറ്റിലെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ക്യാഷ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ് കൂടുതലും ബോൾട്ട് ടെർമിനലുകൾ യൂസ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ട്രേഡുകളിൽ ക്യാഷ് ആൻഡ് ഫ്യൂച്ചർ ട്രേഡുകളായി മാറ്റാനുള്ള പ്രോസസ്സ് സിംപ്ലിസിറ്റി ചെയ്യുക എന്നുള്ളതാണ് ഈ ബോൾട്ട് ടെർമിനലുകളുടെ പ്രധാനപ്പെട്ട എയിം. ഫ്യൂച്ചർ ട്രേഡിംഗ് ഈസിയറും അതുപോലെ തന്നെ ചീപ്പർ ആക്കാനും അത് ഇതുവഴി സാധിക്കുന്നുണ്ട്. 400 സിറ്റികളിൽ 40,000 ബോൾട്ട് ടെർമിനലുകളും അതിൽ 700 BSE അംഗങ്ങളുമാണുള്ളത്. NSE സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് BSE ബോൾട്ട് ടെർമിനലുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ BSEയിൽ ഡെറിവേറ്റീവ്സുകൾ ട്രേഡിംഗ് നടക്കുന്നത് ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ്. ഈ പ്ലാറ്റ്ഫോമിനെ DTSS എന്നാണ് പറയുന്നത്. DTSSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. റിയൽ ടൈം ബേസിസിൽ ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. പിന്നെ അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ട് വരുന്ന ഓപ്പോസിറ്റ് ഓർഡേഴ്സ് അറിയുന്നതിന് വേണ്ടിയിട്ടും അത് ആർക്കാണോ മാച്ചിങ് ആയിട്ട് വേണ്ടത് അവർക്ക് ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് DTSS വഴി സാധ്യമാകുന്നുണ്ട്. 250 BSE മെമ്പേഴ്സ് ഡെറിവേറ്റീവ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിൽ. എന്നാൽ ആ ബ്രാഞ്ചിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടി റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു DTSS സിസ്റ്റം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അവർക്ക് എന്താണ് കൂടുതൽ റിസ്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നീട് ബോൾട്ട് ബ്രോക്കേഴ്സിന് ട്രേഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെറിവേറ്റീവ്സിൻ്റെ വോള്യൂം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു. ജൂൺ 12, 2000 NSE ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൻ്റെ ലോഞ്ചോട് കൂടിയിട്ട് ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യാനായിട്ട് ആരംഭിച്ചു.
FNO, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്റ്റ് ട്രേഡിങ്ങിന് ബേസ് ചെയ്തിട്ടുള്ള ഇൻഡീസസ് എന്ന് പറയുന്നത് CNX, IT, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി MID, CAP 50 ആണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇക്വിറ്റി ഫീച്ചേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ഇക്വിറ്റി ഫീച്ചേഴ്സാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും ഫ്യൂച്ചർ ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസും. ഇതിലെ സ്റ്റോക്ക് ഇൻഡെക്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആയിട്ടുള്ള BSEക്കും NSEയും കൂടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വിറ്റി ഫീച്ചറാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫീച്ചേഴ്സ്. എന്നാൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇത് ഒരുപോലെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ NSEയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ കോൺട്രാക്റ്റൊക്കെ എന്തിൻ്റെ ബേസിലാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ S&P, അതായത് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ CNX നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ബേസിലായിരിക്കും അവിടെ ട്രേഡിങ് വരുന്നുണ്ടായിരിക്കാം. ആ ഒരു ബേസ് S&P CNX നിഫ്റ്റി എന്ന് ഇൻഡെക്സ് എടുത്തിട്ട് അത് നോക്കിയിട്ടാണ് അവിടെ എന്താണ് NSEയിൽ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ BSEയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സെൻസെക്സിൻ്റെ ബേസിലായിരിക്കും അവിടെ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് S&P CNX നിഫ്റ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് NSEയിലത്തെ FNO സെഗ്മെൻറ്റ്സിലായിരിക്കും. FNO സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് സെഗ്മെൻറ്റ്സിലായിരിക്കും അത് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് NSE FNO സെഗ്മെൻറ്റ്സിൻ്റെ സെറ്റിൽമെൻറ്റും അതുപോലെ തന്നെ ക്ലിയറിംഗ് ഏജൻസി ആയിട്ട് വരുന്നത് നാഷണൽ സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ആണ്. ഈ നാഷണൽ സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് കോർപ്പറേഷനെ ചുരുക്കി എഴുതുന്നതാണ് NSCCL എന്ന് പറയുന്നത്. ഈ ഏജൻസി എന്താണ് എല്ലാ സെറ്റിൽമെൻറ്റിനും അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് സെറ്റിൽമെൻറ്റിനും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. തേർഡ് പോയിൻ്റ് S&P CNX നിഫ്റ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് മാക്സിമം 3 മന്ത് ട്രേഡിംഗ് സൈക്കിളാണ് വരുന്നുണ്ടായിരിക്കാം. ഫോർത്ത് പോയിൻ്റ് എക്സ്പയറി മന്തിൻ്റെ ലാസ്റ്റ് തേഴ്സ്ഡേ ആണ് S&P NX നിഫ്റ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ആവുന്നുണ്ടായിരിക്കാം. ആ തേഴ്സ്ഡേ ഇനി ഹോളിഡേ ആണെങ്കിൽ അതെന്താണ് അതിന് മുൻപുള്ള ഒരു ഡേ എന്തായിരിക്കും ആ കോൺട്രാക്റ്റ് എക്സ്പയറി ആവാണ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് പെർമിറ്റഡ് ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് 200 ആണ് വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്ന് മാത്രം. നെക്സ്റ്റ് ഇക്വിറ്റി ഫീച്ചറാണ് ഫീച്ചേഴ്സ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. 2001 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വിറ്റി ഫീച്ചറാണ് ഫീച്ചേഴ്സ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്പെസിഫൈ ചെയ്ത് പെർമിറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റ് മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമാണ് ഈ ഇക്വിറ്റി ഫ്യൂച്ചേഴ്സിൽ ഉണ്ടായിരിക്കുള്ളൂ. NSE ആൻഡ് BSE ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വിറ്റി ഫീച്ചറും കൂടിയാണ് ഇത്. നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. അതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സാണ്. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ട്രേഡിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള അണ്ടർലൈൻ സെക്യൂരിറ്റിയാണ് ഫീച്ചർ ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റിൻ്റെ അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നുണ്ടായിരിക്കാം. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റിൻ്റെ മാക്സിമം ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 3 മന്ത് തന്നെയായിരിക്കും. നെക്സ്റ്റ് മന്തിൽ എന്താണ് കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുമ്പോൾ അതായത് ഈ ഒരു മന്ത് എന്താണ് കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കോൺട്രാക്റ്റ് അവരെന്താണ് അതിൻ്റെ കൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവസാനിക്കുന്ന ഡേ തന്നെ കോൺട്രാക്റ്റ് സെറ്റിൽ ചെയ്യുന്ന ഡേ തന്നെ എന്താണ് പുതിയൊരു കോൺട്രാക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും കൂടി ഉണ്ടായിരിക്കും. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ്പയറി മന്തിൻ്റെ ലാസ്റ്റ് തേഴ്സ്ഡേ തന്നെയാണ് ഇവിടെയും എന്താണ് എക്സ്പയറി ഡേ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. എന്നാൽ ലാസ്റ്റ് തേഴ്സ്ഡേ എന്താണ് ഹോളിഡേ ആവുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റുകളുടെ കാലാവധി എന്ന് പറയുന്നത് പ്രീവിയസ് ഡേയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കും. ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റിൻ്റെ സൈസ് അണ്ടർലൈൻ സെക്യൂരിറ്റിക്ക് വേണ്ടി തന്നിട്ടുള്ള ഓപ്ഷൻസ് കോൺട്രാക്റ്റിൻ്റെ സെയിം സൈസ് തന്നെ തന്നെയായിരിക്കും. ചിലപ്പോൾ ടൈം ടു ടൈം എക്സ്ചേഞ്ചിൽ എന്താണ് സ്റ്റിപ്പുലേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഡീലിങ്സിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളുടെ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം.
₹0.05 ആയിരിക്കും. 6th പോയിന്റ്, പുതിയ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഡേയിൽ അണ്ടർലൈങ് സെക്യൂരിറ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കും അതിൻ്റെ വില എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ഡെയിലി സെറ്റിൽമെൻറ്റിൻ്റെ ബേസിലുള്ള പ്രൈസും ആയിരിക്കും ഉണ്ടായിരിക്കുക. 7th പോയിന്റ് എന്ന് പറയുന്നത് 2 രീതിയിൽ ഇവിടെ സെറ്റിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഡെയിലി മാർക്കറ്റ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റും ഉണ്ടായിരിക്കും, ഫൈനൽ മാർക്കറ്റ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റും ഉണ്ടായിരിക്കും. 8th പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ പേ ഇൻ അല്ലെങ്കിൽ പേ ഔട്ട് എന്താണ് T+1 ഡേ ആണ് വരുന്നുണ്ടായിരിക്കുക. ട്രേഡിംഗ് ഡേയും ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു ഡേയും കൂടി അവിടെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ട്രേഡിംഗ് മെക്കാനിസം. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് അതെല്ലാം ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ഈ ഡെറിവേറ്റീവ്സ് എല്ലാം ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലത്തെ ട്രേഡിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതിലത്തെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. NSEയിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് സിസ്റ്റത്തിന് NEATF&O എന്ന് പറയുന്നു. ഇത് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ മോണിറ്ററിംഗ് ആൻഡ് സർവൈലൻസ് മെക്കാനിസം ഉള്ള ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ക്യാഷ് മാർക്കറ്റ് സിസ്റ്റത്തിലെ ഇക്വിറ്റികളുടെ ട്രേഡിങ്ങിന് ഈക്വൽ ആയിട്ടുള്ളത് തന്നെയാണ് ഇവിടുത്തെയും ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് പ്രൈസും അതുപോലെ തന്നെ ടൈമെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവിടുത്തെ പ്രൈസും അതുപോലെ തന്നെ ടൈം എല്ലാതും അറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. NEATF&O ട്രേഡിംഗ് സിസ്റ്റം 2 കാറ്റഗറി പേഴ്സൺസിനാണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക. ട്രേഡിംഗ് ആൻഡ് ക്ലീനിങ് മെമ്പേഴ്സിനാണ് ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് അത് എന്താണ് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഗുഡ് ടിൽ ക്യാൻസൽഡ്, ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ, ലിമിറ്റ് ഓർ മാർക്കറ്റ് പ്രൈസ്, സ്റ്റോപ്പ് ലോസ് ഇങ്ങനെയുള്ള കണ്ടീഷൻസും ഒക്കെ വെച്ചുകൊണ്ട് അവർക്ക് ട്രേഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ്. NSCCL ആണ് അവിടെ എന്താണ് NSEക്കും അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റ്സിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാ ഡീൽസും അത് സെറ്റിൽ ആൻഡ് ക്ലിയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ലീഗലി തന്നെയായിരിക്കും ഡീലിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. ഗ്യാരണ്ടി സെറ്റിൽമെൻറ്റ് തന്നെയാണ്. മെമ്പേഴ്സിൻ്റെ ഒബ്ലിഗേഷൻസിന് പുറമെ വർക്കാവുന്നതുമാണ്. ATMസിൻ്റെ ഓപ്പൺ പൊസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പർട്ടി ഓപ്പൺ പൊസിഷൻ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഓപ്പൺ ലോങ് പൊസിഷൻ, ക്ലയൻറ്റ് ഓപ്പൺ ഷോർട്ട് പൊസിഷൻ എന്നിവയുടെ തുകയാണ് എന്തെന്ന് പറയുന്നത് ATMസിൻ്റെ ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിലത്തെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റ് സ്പോട്ട് മാർക്കറ്റിൽ ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. കറൻറ്റ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ട്സ് ഇന്ത്യയിൽ ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ഇൻ ഇന്ത്യ. 1875 മുംബൈയിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ്. 1970കളുടെ തുടക്കത്തിൽ ഇൻഫ്ലേഷൻ കാരണമുണ്ടായിട്ടുള്ള ഗവൺമെൻറ് നിയന്ത്രണം കാരണം ട്രേഡിംഗ് നടത്തുന്ന രജിസ്ട്രേഡ് അസോസിയേഷൻസ് എല്ലാം ഇന്നാക്റ്റീവ് ആവുകയാണ് ചെയ്തത്. കമ്മോഡിറ്റി മാർക്കറ്റ് ഒരു 30 ഇയർ വരെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2003 അത് എടുത്തു കളയുകയും ചെയ്തു. എന്നാൽ ഫ്യൂച്ചർ പ്രൈസസ് സ്പോട്ട് കമ്മോഡിറ്റി പ്രൈസിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാറുണ്ട്. സ്പോട്ട് പ്രൈസിലെ ഉയർച്ചയും അതുപോലെ തന്നെ താഴ്ചയും കൺസ്യൂമറിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ് കമ്മോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റിൽ ഒരു പവർ എപ്പോഴും അത് നിലനിർത്തുന്നുണ്ട്. ഫോർവേഡ് ഓർ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് അലൗഡഡ് ആണ്. എന്നാൽ അതിൽ ഓപ്ഷൻസിൻ്റെ കമ്മോഡിറ്റി ട്രേഡിങ് അവിടെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് കമ്മോഡിറ്റി ഫ്യൂച്ചർ എക്സ്ചേഞ്ചസും. കമ്മോഡിറ്റി ഫ്യൂച്ചർ ട്രേഡിങ്ങിന് 3 നാഷണൽ ലെവൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് ആണുള്ളത്. ഒന്നാമത്തെ വരുന്നതാണ് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ലിമിറ്റഡ് NCDEX. സെക്കൻഡ് വരുന്നത് മൾട്ടി കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് MCX. തേർഡ് വരുന്നത് നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് NMCE ആണ് വരുന്നത്. ഇതിൽ നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ലിമിറ്റഡും അതുപോലെ തന്നെ മൾട്ടി കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡും പോപ്പുലർ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ആണ്. ഇത് രണ്ടും മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആണ്. 2003 ലീഡിംഗ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്നുണ്ട്. NCDEX വഴി കൂടുതലും അഗ്രികൾച്ചർ കമ്മോഡിറ്റീസും
MCX വഴി എന്താണ് മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ് ആൻഡ് സിൽവർ, പിന്നെ ക്രൂഡ് ഓയിൽ, ഇതെല്ലാമാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ MCX ആണ് കൺട്രിയിലത്തെ ലാർജസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. എക്സ്ചേഞ്ച് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ട്രേഡിൻ്റെയും സെറ്റിൽമെൻറ്റിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസും ക്ലിയറിംഗ് ഹൗസ് ഓർ ക്ലിയറിംഗ് മെമ്പേഴ്സ്, ക്ലിയറിംഗ് കോർപ്പറേഷൻസ് വഴിയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ അലൗഡഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ട്രേഡിംഗ് മെമ്പർ എന്നാണ് പറയുന്നത്. ക്ലിയറിംഗ് മെമ്പർ ആകാനും സാധിക്കും. ഫിസിക്കൽ ഡെലിവറി ഉള്ള ടൈമിൽ ഡിഫറെൻറ്റ് ലൊക്കേഷനിലെ വെയർ ഹൗസസ് ആയിട്ട് അതായത് ഫിസിക്കൽ ഡെലിവറി ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ വെയർ ഹൗസസ് ആയിട്ട് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ടൈ അപ്പും ചെയ്യുന്നുണ്ടായിരിക്കും. താങ്ക് യു.